ഹായ് ഹലോ എല്ലാവർക്കും വീട്ടമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടമ്മ എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് വീട്ടമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരു 4 മണി പലഹാരം, അതായത് ക്യാപ്സിക്കം പക്കോട ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പക്കോഡാസ് പലതരത്തിൽ നമുക്കറിയാം. ഉള്ളി പക്കോട, അങ്ങനെ പലതരത്തിലുള്ള പക്കോഡാസ് നമുക്കറിയാം. പക്ഷേ ഇത് ക്യാപ്സിക്കം കൊണ്ടുള്ള പക്കോടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 വലിയ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ അരി, ക്യാപ്സിക്കത്തിൻ്റെ അരി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആ നടുക്കുള്ള ഭാഗം അതുപോലെ അങ്ങ് ഇളക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് 3 മെംബ്രെയിൻസ് പോലുള്ള ഭാഗം വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്തേക്കുക സ്കിന്നിനോട്. അപ്പോൾ നമുക്ക് ആ സ്കിന്നിൻ്റെ പോർഷൻ മാത്രം മതി. അപ്പോൾ അതൊന്ന് കത്തി വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ ഇളക്കി മാറ്റി ആ പുറമേ ഉള്ള തോടിൻ്റെ വശം മാത്രം കിട്ടും. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന അരികളും കൂടി അങ്ങ് ഇളകിപ്പോവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗങ്ങൾ ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വെക്കുക. അപ്പോൾ എന്നിട്ട് വട്ടത്തിന് അരിയാൻ പറ്റുന്ന മാക്സിമം അങ്ങ് വട്ടത്തിന് അരിയുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിനുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അപ്പോൾ 2 ക്യാപ്സിക്കവും ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഇടത്തരം ഉള്ളിയാണ്, സവോള. അപ്പോൾ സവോള നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 2ആയിട്ട് അരിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അരിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ആ ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് അരിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സവോളയും ഇതുപോലെ നീളത്തിന് നമുക്ക് സവോളയും അരിഞ്ഞ് വയ്ക്കാം. സവോള അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ്, അതായത് നമ്മൾ ക്യാപ്സിക്കം മാവിൽ മുക്കിയിട്ട് വറുക്കുമ്പോഴത്തേക്കും ഉള്ളിലുള്ള ക്യാപ്സിക്കത്തിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ് മാത്രമേ ഇടാവൂ. ഒരുപാട് ഇട്ടാൽ കൂടിപ്പോവും. ലേശം ഉപ്പിട്ട് പുരട്ടി വയ്ക്കാം. ഇപ്പോൾ രണ്ടിലും നമ്മൾ ലേശം ഉപ്പിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചു. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പിൽ ഞാൻ 1 കപ്പ് 250 ml ഒരു കപ്പിൽ ഉള്ള കടലമാവ് ഗ്രാം ഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, പിന്നെ സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ 1/4 ഗ്ലാസ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്പി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൂടി ഇടുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ തരിതരിപ്പായിട്ടുള്ള മാവിൻ്റെ പൊടികളൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്, അത് നമുക്കങ്ങ് മാറ്റാം. ഇനി നമ്മൾ അരിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടികളിലോട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, ഒരുപാട് കട്ടിയാവരുത്. ആ ഒരു പരുവത്തിൽ വേണം മാവ് കുഴയ്ക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് കായപ്പൊടി കൂടി ഇടണം. ഒരു നുള്ള് കായം കൂടി ചേർക്കാന്നുണ്ടെങ്കിൽ നല്ല മണം കിട്ടും. നമുക്കൊരു നുള്ള് കായം കൂടി ഇനി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കായം കൂടി ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഉപ്പും കൂടി ഒന്ന് നോക്ക്. ഉപ്പ് നല്ല പാകത്തിന് വേണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ
വട്ടത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതെല്ലാം ബാറ്ററിൽ ഇതുപോലെ മുക്കി ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ അങ്ങ് പറ്റി പിടിക്കണം. അതുപോലെ മുക്കി ഇട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ, എണ്ണ ചൂടാകും നോക്കുമ്പം ഒരു നുള്ളങ്ങ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുമെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്ന അർത്ഥം. താഴെ തന്നെ കിടക്കുകയാണെങ്കിൽ എണ്ണ ചൂടായിട്ടില്ല. ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ ഓരോ ഫ്ലവർ പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം റിങ്സ് നമുക്ക് ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം റിങ്സ് കോരി വയ്ക്കാം. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ക്യാപ്സിക്കം റിങ്സ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതുപോലെ നമുക്ക് എല്ലാ റിങ്സും ക്യാപ്സിക്കം റിങ്സും ഇതുപോലെ ബാറ്ററിൽ മാവിൽ മുക്കി ഇതുപോലെ വറുത്ത് കോരി മാറ്റാം. ക്യാപ്സിക്കം റിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, അത് ബാറ്ററിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉള്ളി പക്കോട ഉണ്ടാക്കുമ്പം കുറേശ്ശെ മാവും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണിൽ കോരി ഒഴിച്ചാലും മതി. സ്പൂണിൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളുടെ പാകത്തിന് കോരി അങ്ങ് ഒഴിച്ച് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ഉള്ളി പക്കോടാസ് റെഡി ആയി കഴിഞ്ഞു. ഒട്ടിയിരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ തവി വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അതിങ്ങനെ ഇളകി പോകുന്നുള്ളൂ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വേണ്ട. ഉള്ളു മൂക്കണം. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, കാണാൻ തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ രുചിയും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താൻ മറക്കരുത്. ക്യാപ്സിക്കം പക്കോട എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം